Good morning. Today we are going to finite potential well. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടിരുന്നത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസായിരുന്നു. അതായത് there we know at the boundary potential is equal to infinity. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയതുകൊണ്ട് no any particle can go from this potential well to outside. But here we are taking a potential well with finite potential. ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിനെ നമുക്ക് ലെറ്റ് ഇറ്റ് ബി വി. ഇതിനെ നമുക്ക് സാധാരണ ഒരു കുഴിയായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ആ കുഴിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം ക്ലാസിക്കൽ കേസിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്കിപ്പോൾ ഒരു 2 മീറ്റർ ഹൈറ്റിൽ ചാടാൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുഴിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ ഹി ക്യാൻ ജംപ് ഫ്രം ദിസ് wall to outside. ഇനി കുഴിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണെങ്കിലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വെല്ലാണ് ഞാൻ അവിടെ എടുക്കുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിക്കോണമെന്നില്ല അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ പൊട്ടൻഷ്യൽ വെൽ ഹാവിങ് ഹൈറ്റ് വി ആൻഡ് വിഡ്ത്ത് എൽ. അതായത് ഹൈറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഹിയർ നമുക്ക് എന്ത് പറയാം, പാർട്ടിക്കിൾ ആർ ദർ ഇൻസൈഡ് ദിസ് പൊട്ടൻഷ്യൽ വെൽ. ആ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇ ആണ്. ആൻഡ് ദ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. സോ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ വിത്ത് us. The condition is that we have a potential well and here the height of that potential well is v and particle energy is E and the particle energy is less than that potential. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ മറ്റൊന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ക്ലാസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ if this energy is less than that of this potential the particle cannot go outside, isn't it? പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കിട്ടുക. അതായത് കുറച്ച് പാർട്ടിക്കിളിന് പുറത്തേക്ക് പോകാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കത് കഴിയുമ്പോൾ പഠിക്കാം. So it is the condition there, അതായത് പൊട്ടൻഷ്യൽ v is equal to v for x less than 0 and v equal to 0 for x from 0 to L and v equal to v for x greater than L. These are the conditions with us. അപ്പോൾ ഇവിടെ 3 റീജിയൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ where the potential is v and x is less than 0. It is the second region where potential is equal to 0 and x is between 0 and L. And it is the third region where potential is v and x is greater than L. These are the 3 conditions here. Otherwise 3 regions here. അപ്പോൾ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 3 റീജിയനിലും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ നോക്കുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. We are going to develop the Schrodinger equation in this 3 region and we are going to solve it. Then we will get what is the wave function of particle in this region 1, region 2 and region 3. So firstly we can go to region 1. So in region 1 we can say that we can write a Schrodinger equation. Region 1 ആയതുകൊണ്ട് ഞാൻ അതിനെ 1 എന്ന് എടുക്കുന്നു, psi 1 ആയിട്ട് അതിൻ്റെ wave function എടുക്കുന്നു. So here in region 1 I am taking the wave function of psi 1. So here I can write that is equal to the Schrodinger equation as d square psi 1 by dx square plus 2m e minus v h cut square psi 1 equal to 0. But here you know that e is less than v. അപ്പോൾ ഇ മൈനസ് വി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഐ ആം ടേക്കിംഗ് ഇൻ ദ റിവേഴ്സ് മാനർ. അതായത് വി മൈനസ് ഇ ആണ് നമ്മളിവിടെ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് പ്ലസ് 2m ഇ മൈനസ് വി എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ മൈനസ് 2m ഇൻറ്റു വി മൈനസ് ഇ എന്ന് നമുക്ക് എടുക്കാം. എടുത്തൂടെ? 2m ഇൻറ്റു ഇ മൈനസ് വി എന്ന് പറയുന്നതിന് എനിക്ക് മൈനസ് 2m ഇൻറ്റു വി മൈനസ് ഇ എന്ന് എടുക്കാം. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് ദിസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ as d square psi 1 by dx square minus 2m v minus e by h cut square into psi 1 equal to 0. That 2m v minus e I am taking that as a square, where the a is equal to root 2m v minus e by h cut. So I can write the Schrodinger equation like this: d square psi 1 by dx square minus a square psi 1 equal to 0. And we are going to solve this. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലോ അതിൻ്റെ മുമ്പത്തെ ഏതോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ പണ്ട് പഠിച്ച മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ച സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കി നമുക്ക് അതിൻ്റെ വി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അതർവൈസ് എനിവേ ദ സൊല്യൂഷൻ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു c e raised to ax plus d e raised to minus ax. നമുക്കിത് ശരിയാണോ എന്ന് അറിയാൻ വേണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. d square psi 1 by dx square ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
So d psi 1 by dx എന്ന് പറയുന്നത് we know that is equal to a c e raised to ax minus a d e raised to minus ax. If I am going to differentiate it once more, അതായത് d square psi 1 by dx square എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുക a square c e raised to ax plus a square d e raised to minus ax ആയിരിക്കും. അതായത് d square psi 1 by dx square എന്ന് വെച്ചാൽ അവിടെ എന്ത് തന്നെയാണ് a square psi 1 തന്നെയാണ്. So I am substituting that value a square psi 1 for d square psi 1 by dx square. I will get a square psi 1 minus a square psi 1 equal to 0. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡും 0 ആണ്. That means that equation stands well. So the trial solution here is psi 1 equal to c e raised to ax plus d e raised to minus ax. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഈ സിക്കും ഡിക്ക് ഏതിനെങ്കിലും 0 വരുമോ എന്ന്. And I am applying the condition that x tends to minus infinity. x tends to minus infinity ആവുമ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. when x tends to minus infinity or x tends to plus infinity, that psi must tends to 0. അപ്പോൾ x tends to minus infinity ആകുമ്പോൾ psi 1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. So I am taking x tends to minus infinity. When x tends to minus infinity, this e raised to minus ax. e raised to minus ax എന്ന് വെച്ചാൽ x infinity ആണ്. സോറി, c e raised to ax എന്നുള്ളതിന് c e raised to minus a infinity എന്ന് പറയാം. a into infinity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് e raised to c into e raised to minus infinity ആണെന്ന് പറയാം. e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഫസ്റ്റ് ടൈം 0 ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. സോ when x tends to minus infinity, the first time will be 0. That's okay well. But when we are going to the second time, what we are getting? x tends to minus infinity ആണ്. സോ മൈനസ് a into minus infinity എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് a infinity ആണ്. a into infinity എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. അതായത് e raised to infinity ആണ്. e raised to infinity എന്തായിരിക്കും? That will be infinity. അതായത് when x tends to minus infinity, this term will tends to infinity. അപ്പോൾ e raised to minus ax എന്ന് പറയുന്ന ടൈം ഇൻഫിനിറ്റി ആകും എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന psi 1 എന്ന് പറയുന്നത് 0 ആകണമെന്നുണ്ടെങ്കിൽ ഒരേയൊരു വഴി എന്താണ്? d എന്ന് പറയുന്നത് എന്താവുക എന്നുള്ളതാണ്, 0 ആവുകയാണെന്നുള്ളതാണ്. So as x tends to infinity, since psi 1 need to be 0, we can write that d equal to 0. So that d equal to 0, so we can write the solution as psi 1 equal to c e raised to ax. It is the solution of the Schrodinger equation in the first region. Then I am going to the second region. For second region il namakariya v ennu parayunnathu 0 aanu. So we can write that equation as second region ayinde psi 2 ennu nammal edukkunnu. d square psi 2 by dx square plus 2me by h cut square psi 2 equal to 0 ennu edukam. This 2me by h cut square I am taking is the k square. So I can write the equation as d square psi 2 by dx square plus k square psi 2 equal to 0, where k equal to root 2me by h cut. ഇങ്ങനത്തെ ഒരെണ്ണത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ പഠിച്ചതാണ്. സോ ഹിയർ ദ സൊല്യൂഷൻ വിൽ ബി psi 2 equal to a sin kx plus b cos kx ആയിരിക്കും. ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. സോ ഇറ്റ്സ് നൈസ്. സോ ദ സൊല്യൂഷൻ ഇൻ ദ സെക്കൻഡ് റീജിയൻ യു ഗോട്ട് psi 2 equal to a sin kx plus b cos kx. Then we are going to the third region. In this third region, that is somewhat similar to the first region, that is d square psi 3 by dx square plus 2me minus v by h cut square into psi 3 equal to 0. Since e is less than that of v, we can write this as minus 2m into v minus e h cut square, and we can take that 2m v minus e by h cut square as a square. So we can write this as d square psi 3 by dx square minus a square psi 3 equal to 0. And as we studied in the first region, the solution will be psi 3, that will be equal to f e raised to ax plus g e raised to minus ax. അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റിനെ മാറ്റി എയും ബിയും മാറ്റി ഇവിടെ എഫും ജി ആക്കിയെന്നുള്ളൂ. എവറിത്തിങ് എൽസ് ഈസ് സെയിം. ബട്ട് ഹിയർ വാട്ട് ഇസ് ദ പ്രോബ്ലം? We know the admissibility condition of wave function, that if x tends to infinity, psi 3 must be 0. If x tends to infinity, then you know that second time e raised to minus ax, that will tend to e raised to minus infinity, that means this time will be 0. Then when we are going to the first time, e raised to x, f e raised to ax, e raised to ax എന്ന് പറയുന്നത് എന്തായിരിക്കും? e raised to infinity ആയിരിക്കും. അതായത് ഈ ടൈം എന്താവും? ഇൻഫിനിറ്റിയിലേക്കാവും. അതായത് if x tends to infinity, the first time will tends to infinity. അത് പാടില്ല. If x tends to infinity, psi 3 must be 0. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി ആണോ എന്താണുള്ളത്? ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ദ വേവ് ഫംഗ്ഷൻ ഇൻ ദ തേർഡ് റീജിയൻ ക്യാൻ ബി റിട്ടൺ ആസ് psi 3 equal to g e raised to minus ax. So these are the wave function with us. In the first region, c e raised to ax, that is an exponential function. In the second region, a sin kx plus b cos kx, that is an oscillatory function, അല്ലെങ്കിൽ trigonometric function എന്ന് പറയാം. In the third region, psi 3 equal to g e raised to minus ax, that is also a
exponential function. So we are going to draw this one. So here what we can say, there is a non-zero value of the wave function in region 1 and region 3. It implies that there is a finite probability for the presence of particle in this region. അപ്പോൾ എന്ത് ചെയ്യാം? ഇതെന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് പോലെയല്ല, ക്ലാസിക്കൽ കണ്ടീഷൻ അല്ല. ക്ലാസിക്കൽ കണ്ടീഷനിൽ if energy is less than that of the potential, there is no any possibility to jump the particle from second region to first region or third region. But here there is a small probability is there. പുറത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് വേവ് ഫംഗ്ഷൻ എന്താവാം? അപ്പുറത്തും ഇപ്പുറത്തും കാണാനുള്ള വകുപ്പ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ വേവ് ഫംഗ്ഷനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്ന ψ1 എന്ന് പറയുന്ന റീജിയനിലും ψ2 എന്ന് പറയുന്ന റീജിയനിലും, അതായത് എക്സ് ഈക്വൽ ടു 0-ൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലി താഴേക്ക് പോവുകയാണെന്ന് പറയാം. എക്സ് ഈക്വൽ ടു നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിലും ദ ഫംഗ്ഷൻ ഈസ് ഗ്രോയിങ് എക്സ്പൊണൻഷ്യലി ഡീക്കേ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഡീക്കേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതായത് ഗോസസ് ലോയിൽ തന്നെ നിങ്ങൾ ഏതോ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ഷെല്ലിൻ്റെയോ ഏതോ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏതോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പൊണൻഷ്യൽ ഡീക്കേ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എക്സ്പൊണൻഷ്യൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ, എന്താണ് പെട്ടെന്ന് ഡീക്കേ ആവുക, അതിനാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതിനാണ് എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യുക എന്ന് പറയുക. മാത്തമാറ്റിക്കലി e⁻x ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നു. വളരെ മെല്ലെ എക്സ് കൂടുതൽ വേരി ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വളരെ മെല്ലെയാണ് വേരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ലോഗരിതമിക്കലി വേരി ചെയ്യുക എന്ന് പറയുക. അതായത് എക്സ് ലോഗരിതമിക്കലി വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 1-ൽ നിന്ന് 100-ലേക്ക് പോകുമ്പോൾ കോമൺ ലോഗരിതം എന്താ ചെയ്യുക, എക്സ് 1-ൽ നിന്ന് 10-ലേക്ക് പോകുമ്പോൾ ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്, ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണ്. അതായത് എക്സ് 1-ൽ നിന്ന് 10-ലേക്ക് പോകുന്നു, പക്ഷേ ലോഗരിതം എവിടെ നിന്ന് എങ്ങോട്ടേ പോകുന്നുള്ളൂ, 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നുള്ളൂ. അതേപോലെ എക്സ് 10-ൽ നിന്ന് 100-ലേക്ക് പോവുകയാണെങ്കിൽ ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണ്, ലോഗ് 100 എന്ന് പറയുന്നത് 2 ആണ്. അതായത് വെൻ എക്സ് വേരീസ് ഫ്രം 10 to 100 ലോഗരിതം അങ്ങോട്ടേ വേരി ചെയ്യുന്നുള്ളൂ, 1-ൽ നിന്ന് 2-ലേക്ക് വേരി ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ക്വാണ്ടിറ്റി മെല്ലെ വേഗത്തിൽ വേരി ചെയ്യുമ്പോൾ അടുത്ത ക്വാണ്ടിറ്റി അതുമായി റിലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി വളരെ മെല്ലെയാണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് ലോഗരിതമിക് വേരിയേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്വാണ്ടിറ്റി മെല്ലെ വേരി ചെയ്യുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി വളരെ പെട്ടെന്ന് വേരി ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്പൊണൻഷ്യൽ വേരിയേഷൻ എന്ന് പറയാം. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് റീജിയനിൽ ഓസിലേറ്ററി ആണ്, അതായത് സാധാരണ പോലെ വേരി ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വേരി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ വേവ് ഫംഗ്ഷൻ എന്താവും 0. അതായത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരെയൊക്കെയുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ വരെയൊക്കെയുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമുക്കിതിൻ്റെ വേവ് ഫംഗ്ഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റുക. സോ ഹിയർ ദ വേവ് ഫംഗ്ഷൻ മീൻസ് വേവ് ഫംഗ്ഷൻ ഇൻ ദിസ് വെൻ വി ആർ taking about the wave function in region 1 and region 3, this wave function is varying exponentially, and in this region 2 that wave function is varying ഓസിലേറ്ററി എന്ന് പറയാം. പിന്നെ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി എടുത്തു. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി എടുത്തപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് സ്ക്വയർ ആണ്. അപ്പോൾ സൈസ് സ്ക്വയർ എന്ന് പറയുന്നത് ആ സൈസ് സ്ക്വയറിനനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പോൾ സൈസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിവിടെ നെഗറ്റീവ് ആണെങ്കിലും സൈസ് സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഈ സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്, ബട്ട് സൈസ് സ്ക്വയർ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. അതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ψ1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രലാണ്. ψ2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രലല്ല, സെൻട്രൽ അതിൻ്റെ പ്രോബിലിറ്റി 0 ആണ്, ഇവിടെയാണ് മാക്സിമം പ്രോബിലിറ്റി ഉള്ളത്. ഇത് നമ്മൾ പാർട്ടിക്കിളിൻ്റെ ബോക്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇതാണ് നമുക്ക് പിന്നെ പൊട്ടൻഷ്യൽ വെല്ലിനെ പറ്റി, പാർട്ടിക്കിൾ ഇൻ എ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിനെ പറ്റി നമുക്ക് പറയാനുള്ള ഇതാണ്. ഇനി വേറെ 1-2 കാര്യം കൂടി ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ബോക്സുമായി ബന്ധപ്പെട്ട് തന്നെ 2 കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത 2 ക്ലാസ്സുകളായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ ലിസണിങ്.